പിണറായി വിജയന്റെ ദൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച വാർത്തകളെല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശിച്ച പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര വലിയ തരത്തിലുള്ള വിവാദമാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. പലപ്പോഴും കേരള സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് അത് ദൂർത്ത് ആണ് എന്നുള്ളതാണ്. എപ്പോഴും അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളം എന്ന പരിപാടി നടത്തുന്നതാണെങ്കിലും നവകേരള സദസ് യാത്ര നടത്തുന്നതാണെങ്കിലും അതല്ലാതെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നീക്കത്തെയും അത് ദൂർത്താണെന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെത്. എന്തിനേറെ പറയുന്നു, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം പ്രതിഷേധിക്കാനായിട്ട് ജന്തർ മന്ദറിൽ പോലും പോയ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന വാദം എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടാത്തതിലല്ല കേരളം ഇത്ര സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നത്, അത് കേരളത്തിന്റെ ദൂർത്താണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ട് പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന വാക്ക് അത് ദൂർത്ത് എന്നുള്ള ഒരു വാക്ക് തന്നെയാണ്. അതേ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര അത് ദൂർത്തല്ലേ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് സതീശൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെക്കുന്നത്, പേടിയായിട്ടാണോ പേടിച്ചിട്ടാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും നവമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയാവുകയാണ് വി.ഡി. സതീശന്റെ ഈ ഒരു ഹെലികോപ്റ്റർ യാത്ര എന്ന് പറയുന്നത്. സമരാഗ്നി എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു യാത്ര നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വിവരങ്ങളെല്ലാം തന്നെ രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ വലിയ തരത്തിൽ വിവാദമാകുന്നത്. കെ.പി.സി.സി നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നിയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ പറന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ വിവാദമുണ്ടായി എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. സമരാഗ്നിയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത എറണാകുളത്തെ സ്വകാര്യ ഏജൻസി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ഹെലികോപ്റ്ററിലാണ് നിയമസഭാ സമ്മേളനത്തിന് ഇടെ കണ്ണൂര്, വയനാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് സതീശൻ പോയിട്ടുണ്ടായിരുന്നത്. യാത്രയുടെ മറവിൽ 15 കോടിയോളം രൂപ കെ.പി.സി.സി നേതൃത്വം പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ വെളിവാക്കുന്നത്. ഈ ഫണ്ടിൽ നിന്നാണ് ഹെലികോപ്റ്റർ യാത്രയും. ഇതിനായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. മാത്രമല്ല ഹെലികോപ്റ്റർ യാത്ര പരമാവധി രഹസ്യമാക്കാൻ സതീശനുമായി അടുത്ത കേന്ദ്രങ്ങൾ ശ്രമിച്ചു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. മാത്രമല്ല ഹെലികോപ്റ്റർ യാത്രയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നാണ് സതീശൻ ക്യാമ്പിന്റെ വാദം. എന്നാൽ ഇത് രഹസ്യമാക്കി വെച്ചതും ചിത്രങ്ങൾ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ചതും എന്തിനെന്ന ചോദ്യം ചില നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ അടക്കം ഹെലികോപ്റ്റർ യാത്രയുടെ പേരിൽ വിമർശിച്ചതിന്റെ ജാള്യം മറയ്ക്കാനാണോ യാത്ര രഹസ്യമാക്കിയതെന്ന ചോദ്യത്തിന് ഇപ്പോൾ നിലവിൽ മറുപടിയില്ല എന്നുള്ള വിമർശനവുമുണ്ട്. ഇതുതന്നെയാണെങ്കിലും ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ സതീശന്റെ ഈ ഒരു ഹെലികോപ്റ്റർ വിവാദം വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ സതീശന്റെ വാദം എന്ന് പറയുന്നത് നിയമസഭാ സമ്മേളനത്തിന് ശേഷം ജാഥയിൽ ഉടനെ തന്നെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ്, അത്തരം ഒരു പെട്ടെന്ന് ഉടനെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് താൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നുള്ള വാദമാണ് സതീശന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എന്ത് നീക്കമുണ്ടായി എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അതേസമയം തന്നെ എല്ലാം സർക്കാരിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുന്ന ഒരു സമീപനമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെത് എന്ന് പറയുന്നത്. മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ നവകേരള സദസ് പോലുള്ള ഒരു വലിയൊരു പ്രചരണ പരിപാടി, അതായത് ഇടതുമുന്നണിയുടെ ഒരു പ്രചരണ പരിപാടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞു. അതിനുശേഷം ഒരു കേരള പദയാത്ര എന്ന് പറയുന്ന വലിയൊരു പരിപാടി ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ സമരാഗ്നി പോലുള്ള മറ്റൊരു പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പക്ഷേ ഈ സമരാഗ്നി എന്ന പരിപാടി കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സമരാഗ്നി പോലുള്ള പരിപാടിയെല്ലാം തന്നെ നടക്കുന്നത്. പലപ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പേരുകളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല, പേര് മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ വെക്കുന്നില്ല. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് ഉള്ളിൽ നിന്നെല്ലാം തന്നെ വരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് സതീശൻ ഇപ്പോൾ ഹെലികോപ്റ്ററുമായി പറന്നു വരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉള്ളിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പരിപാടികളുടെയും നേതൃത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളിൽ ആളായി നിൽക്കുന്നത് സതീശനും കെ.പി.സി.സി പ്രസിഡന്റായിട്ടുള്ള കെ. സുധാകരനും മാത്രമാണ് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അതായത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള മറ്റു പല മുതിർന്ന നേതാക്കൾക്കും ഒരു സ്ഥാനം ലഭിക്കുന്നില്ല, അവരുടെ ആശയങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നില്ല, അവരുടെ ആശയങ്ങൾക്ക് പ്രസക്തി ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ കിട്ടുന്ന ഒരവസരവും
ഒരുപക്ഷെ അത് പ്രതിപക്ഷത്തിന്റെ കടമയായി തന്നെ കണ്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ധൂർത്ത് എന്നുള്ള ഒരു വാക്കും പിണറായി വിജയൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ധൂർത്തായി മാറുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം എല്ലാം തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സതീശന്റെ ഈ ഒരു ഹെലികോപ്റ്റർ യാത്ര എന്ന് പറയുന്നത്. സതീശൻ ഹെലികോപ്റ്റർ യാത്ര ചെയ്തതിൽ അല്ല പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന വാദം. സതീശൻ ഹെലികോപ്റ്റർ യാത്ര ചെയ്തോട്ടെ, പക്ഷെ അത് രഹസ്യമാക്കി വെച്ചതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. സതീശൻ അങ്ങനെ അത് പുറത്ത് വിടരുത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിനുള്ളിൽ എന്തോ ഉണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ കളിയാക്കിക്കൊണ്ട് അതേ രീതിയിൽ തന്നെ അതേ നാണയത്തിൽ തന്നെ സതീശന് മുന്നിടുന്ന സാഹചര്യത്തിൽ അത് വലിയ തരത്തിൽ നാണക്കേടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടല്ലേ സതീശൻ മനഃപൂർവ്വം അത് രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത്. സതീശന് പറക്കണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷേ അത് ഇത്തരമൊരു രഹസ്യ സ്വഭാവത്തോടു കൂടി വേണമായിരുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിലും ഇത്തരമൊരു ഹെലികോപ്റ്റർ യാത്ര നടത്തുന്നതെല്ലാം തന്നെ അടിയന്തര സാഹചര്യത്തിലല്ലേ. അപ്പോൾ അത്തരമൊരു അടിയന്തര സാഹചര്യത്തെ ദൂർത്തെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവനവനൊരു അടിയന്തര സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ അതെല്ലാം തന്നെ ഇത്തരമൊരു നീക്കത്തിലൂടെ, അതായത് ഒരു രഹസ്യമാക്കി വെക്കുക, വിവരങ്ങളൊന്നും തന്നെ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സമീപനങ്ങളെല്ലാം തന്നെ മോശമാണ്. അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പരിഹാസവും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വലിയ തരത്തിൽ ഉയർന്നു വരികയാണ്. എന്ത് തന്നെയാണെങ്കിലും സമരാഗ്നി പോലുള്ള ഒരു പരിപാടി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രചരണ പരിപാടി കൂടിയാണ് സമരാഗ്നി എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിവാദം ഉണ്ടാകുന്നത് എന്നുള്ളതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണത്തിന്റെ, അതായത് ഒരു ഫണ്ട് ശേഖരണത്തിന്റെ കൂടി വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അതെല്ലാം തന്നെ വലിയ ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ എപ്പോഴും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്ന അതേ ലാഘവത്തോടു കൂടി പറയുന്ന ഒരു വാക്ക് തന്നെയാണ് ധൂർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പിണറായി വിജയന് മാത്രം മതിയോ ഈ ധൂർത്ത് എന്നുള്ള ബഹുമതി, നിങ്ങൾക്കും വേണ്ടേ എന്നുള്ള തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയാണ്. എന്ത് തന്നെയാണെങ്കിലും സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന്റെ ഇപ്പോഴത്തെ വിശദീകരണം ഒന്നും തന്നെ ഫലം കാണുന്ന ലക്ഷണമില്ല. സതീശനെതിരെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമായി തന്നെ മുന്നേറുകയാണ്. അദ്ദേഹം ഉടനടി പോയി എന്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ പോയി എന്നുള്ളതല്ല ചോദ്യം. അദ്ദേഹം പോയത് എന്തുകൊണ്ട് രഹസ്യമായി പോയി എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെയും സതീശൻ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും തന്നെയില്ല. എന്തുകൊണ്ട് രഹസ്യമായി പോയി എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള ഉത്തരം സതീശൻ പറഞ്ഞിട്ടുമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തു തന്നെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൊടിപൊടിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വരുന്നത്. മറുപടി എന്ത് തന്നെയാണെങ്കിലും സതീശൻ പറഞ്ഞേ തീരും എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ്. കാരണം വലിയ തരത്തിലാണ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നത്.